ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. വേണു പറഞ്ഞത് ശരിയാ. ഞാനും ഏതാണ്ട് ഫെലിക്സിനെ പോലെ. അതെ, ഫെലിക്സിനെ പോലെ ആവുമല്ല, പരസ്പരം പകരം വീട്ടുകയാണ്. പകരം വീട്ടല്ലോ? അതെ. എന്തിനു വേണ്ടി? വേണുവിന് ഫെലിക്സിനെ എത്ര കാലമായിട്ട് അറിയാം? വളരെ കാലമായിട്ട് അറിയാം. ഫെലിക്സിന്റെ അന്യ സ്ത്രീകളുമായുള്ള... ഇല്ലില്ല, അതെനിക്കറിയില്ല. എന്നാൽ എനിക്കത് മാത്രമേ അറിയൂ. വേണുവിനറിയോ, എന്റെ മമ്മിയും ഡാഡിയെയും ഞാൻ കണ്ടിട്ടുള്ളതായി ഓർക്കുന്നേ ഇല്ല. ഞാൻ കുഞ്ഞായിരിക്കുമ്പോ തന്നെ അവര് മരിച്ചുപോയി. എങ്ങനെ? ഒരു ആക്സിഡന്റിൽ. എന്നെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ എന്റെ ഗ്രാൻഡ് മദറാണ്. ഇപ്പൊ താമസിക്കുന്ന വീടില്ലേ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകെയുള്ള സമ്പാദ്യം. പോരാത്തതിന് ഗ്രാൻഡ് മദർ രോഗിയും. വീട്ടിൽ ചെലവിന് പോലും കാശില്ലാതെ വന്നപ്പോൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ജോലി തേടി അലയേണ്ടി വന്നു. അങ്ങനെ ഈ അടുത്ത നഗരത്തിലെ സാമാന്യം തരക്കേടില്ലാത്ത ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയിൽ റിസപ്ഷനിസ്റ്റായി. അതെന്റെ ജീവിതത്തിലെ നാശത്തിന്റെ തുടക്കമായിരുന്നു വേണു. ആ ഏജൻസിയിലെ കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി സ്ഥിരമായി ചെയ്യുന്ന ആളായിരുന്നു ഫെലിക്സ്. നിരന്തരം കാണാൻ തുടങ്ങിയപ്പോൾ അതൊരു പരിചയമായി. പരിചയം സൗഹൃദമായി. സൗഹൃദം ഇഷ്ടമായി. ഇഷ്ടം പ്രേമമായി. അങ്ങനെ ആ സമയത്താണ് ഗ്രാൻഡ് മദറിന്റെ മരണം. ശനിയാഴ്ച ദിവസങ്ങളിൽ ഫെലിക്സ് എന്നോടൊപ്പം പോരും. അന്ന് രാത്രിയും ഞായറാഴ്ചയും തങ്ങി തിങ്കളാഴ്ച ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ നിന്നിറങ്ങും. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. ഫെലിക്സ് അവന്റെ സ്ഥാപനത്തിലേക്കും ഞാൻ ഏജൻസിയിലേക്കും. ആ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ എല്ലാം ഫെലിക്സിന് പങ്കുവച്ചു. സ്നേഹവും മനസ്സും എൻ്റെ ശരീരവും. ഫെലിക്സ് ആവോൾ അനുഭവിപ്പിച്ചു. സ്നേഹപൂർവവും മൃഗീയമായും. സത്യം പറഞ്ഞ ഞാനും അവളെ സുഖിച്ചു. ശരിക്കു പറഞ്ഞ ഫെലിക്സ് തന്ന സന്തോഷത്തിൽ, അവൻ തന്ന പ്ലഷറിൽ മുങ്ങി താഴുകയായിരുന്നു അതിന്റെ അടുത്തട്ട് വരെ. എന്താ മാഗി? ഓരോന്നോർത്തപ്പോ ശരിക്കും ഒറ്റപ്പെട്ടു പോയ എനിക്ക് ഫെലിക്സ് മാത്രമായിരുന്നു ആശ്വാസം. ഫെലിക്സ് എന്നിൽ നിന്നും
അകലാൻ ശ്രമിക്കുന്നത് പോലുള്ളൊരു സംശയം. എന്നിട്ടും ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിയും തോറും ആ ധാരണ ശരിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ ഏതൊരു പെണ്ണും ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ. ഫെലിക്സ് എന്നെ ഉപേക്ഷിക്കുമെന്നും എനിക്ക് ഫെലിക്സിനെ നഷ്ടപ്പെടുമെന്നുള്ള ചിന്ത വേണം. എനിക്കത് ഓർക്കാൻ പോലും. അങ്ങനെ ഞാൻ ബഹളം ഉണ്ടാക്കി. വേണ്ടപ്പെട്ടവരെ അയൽക്കാരെയും വിളിച്ചുകൂട്ടി. അവര് പ്രഷർ ചെലുത്തിയപ്പോ ഫെലിക്സിന് രക്ഷപ്പെടാൻ പറ്റില്ലെന്നായി. അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഫെലിക്സ് എന്നെ കല്യാണം കഴിച്ചു. അതിനുള്ള പ്രതികാരമാ വേണം. എന്ത്? അന്യ സ്ത്രീകളെ എന്റെ മുമ്പിൽ വെച്ച്, അല്ല എന്റെ പ്രസൻസിൽ വെച്ച് വേണു കണ്ടതല്ലേ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട്, അല്ല സ്വന്തം ഭാര്യയോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരത, അതായത് പ്രതികാരം. എന്താന്ന് നിനക്കറിയോ? എന്നുവെച്ചാ അവളുടെ മുന്നിൽ വെച്ച് അന്യ സ്ത്രീയെ ഭോഗിക്കുക, പരമാവധി രസിപ്പിക്കുക. സ്വന്തം ഭാര്യയുടെ സ്നേഹവും കാമവും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് പുറം കാലുകൊണ്ട് തട്ടുക. ഇതെല്ലാം കണ്ടും കേട്ടും സഹിച്ച സാധാരണ പെണ്ണായ ഞാൻ ഇത്തിരി സ്നേഹത്തിനും കാമത്തിനും വേണ്ടി മോഹിച്ചു പോയെങ്കിൽ അതൊരു തെറ്റാണോ? പറയൂ, ഞാൻ ചെയ്തത് തെറ്റാണോ? ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? ഈ അവസ്ഥയിൽ കുട്ടികളെ ബോർഡിങ്ങിൽ നിർത്തിയിരിക്കുന്നത് തെറ്റ്. എന്നിട്ട് ഇതെല്ലാം കണ്ടും കേട്ടും അവരുടെ ജീവിതം കൂടി നശിക്കാൻ അത് മാഗിയുടെ തോന്നല. വേണ്ട വേണ്ട, എന്റെ ജീവിതമോ ഇങ്ങനെയായി. എട്ടും പൊട്ടും തിരിയാത്ത ആ കുഞ്ഞുങ്ങളെ കൂടി കുഞ്ഞുങ്ങളിൽ നിന്നുള്ള സ്നേഹവും വാത്സല്യവും അനുഭവിച്ചില്ലെങ്കിൽ അനുഭവിച്ചില്ലെന്നേ ഉള്ളൂ. വേണോ അവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് എനിക്കൊരു സുഖവും വേണ്ട.